ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിലായി പരിപാടിയൊക്കെ. ഏത്തക്കയെല്ലാം പൊളിച്ചെടുത്ത് കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വാരി വെച്ചു. ഇനി ഇതരിഞ്ഞ് ചിപ്സ് ഉണ്ടാക്കണം, വറക്കാം. ഓക്കെ, ഏത്തക്ക എല്ലാം വട്ടത്തിലരിഞ്ഞെടുത്തു. ഇനി ഇത് എണ്ണയിൽ വറുത്ത് കോരാം. അതുപോലെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചു. അപ്പം പിന്നെയും വറക്കാൻ തുടങ്ങാം. ആദ്യം ചിപ്സ് ഇത് വറുത്ത് മൂത്ത് കഴിഞ്ഞ് ശർക്കര വരട്ടിക്ക് ഇടാം. അത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും. കണ്ടോ, ഇതുപോലെ മുറിച്ചെടുത്തു. അപ്പം നമ്മുടെ വറക്കൽ തുടങ്ങാം. ഉരുളിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ലിറ്റർ വെളിച്ചെണ്ണ. ഇത് ശബരി കോക്കനട്ട് ഓയിൽ. ഇത് വെച്ച് വറുത്തേക്കാന്ന് വെച്ചു. ആ 1 ലിറ്റർ ഞാൻ ഒഴിച്ചു. ഇത് ചൂടാകട്ടെ. ഒരു കായ ഇട്ട് നോക്കാം. ചൂടായി വരുന്നേ ഉള്ളൂ, ചൂടാകട്ടെ. ഇപ്പം എണ്ണ മുങ്ങി കിടക്കുന്നുണ്ട്. ഇനിയിപ്പം ഇളക്കി പയ്യെ വറക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഈ എണ്ണയ്ക്കകത്തിടാം. ഏത്തയ്ക്ക പകുതി മൂപ്പായി. എൻ്റെ മഞ്ഞക്കളറുണ്ട്, പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. ലേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നല്ല കളറുണ്ട്. ശകലം ഇട്ടേക്കാം. പകുതി മൂപ്പായി. മൂക്കട്ടെ. നമ്മുടെ ഏത്തക്ക അങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ്. ശകലം കൂടെ മൂക്കണം. ഇങ്ങനെ ഏത്തക്കയൊക്കെ വറുത്ത് ഉപയോഗിക്കുന്നവരുണ്ടോ? എല്ലാം പാക്കറ്റ് മേടിച്ചല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ തവണ ഇങ്ങനെ സ്വന്തമായിട്ട് വറക്കുക. എൻ്റെ വീട്ടിലും ചെറുപ്പത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ടെല്ലാം വറക്കുക. അപ്പം അത് കണ്ട് ശീലിച്ചുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ തോന്നുകയില്ല. ഓണം വിഷുവൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഉപ്പേരി വറക്കലൊരു ഉത്സവമാണ്. എന്നിട്ട് ഞങ്ങളിരുന്നോണ്ട് തീറ്റയാണ്. ചക്കയും ഏത്തക്കായും ഒക്കെ വറുത്തത്. അപ്പം ചെറുപ്പത്തിൽ നല്ല രസമല്ലേ. അപ്പം ഞാനിങ്ങനെ വറക്കുക. നമുക്കിതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടണം. ഉപ്പൊഴിക്കണം, ഉപ്പുനീര്. അപ്പം എല്ലായിടത്തും പറ്റികളും ഒരുപോലെ ഉപ്പാവും. കണ്ടോ, ഉപ്പ് ഒഴിച്ചപ്പോഴും തിളയ്ക്കുക. അപ്പം നമ്മൾ സ്വന്തമായിട്ട് വറുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ അത്. എല്ലാവരും അങ്ങനെ സ്വന്തമായിട്ട് ഉപ്പേരിയൊക്കെ വറുത്ത് ഉപയോഗിക്കും കേട്ടോ. നമുക്ക് പറ്റുകയില്ലാത്ത സമയത്തൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടെ മൂക്കട്ടെ. നമ്മുടെ ഏത്തക്ക വറുത്ത് അങ്ങനെ മൂത്ത് നമുക്ക് കോരിയെടുത്തേക്കാം. നമ്മുടെ ചിപ്സ് ഇവിടെ റെഡിയായി. ആ എണ്ണയിൽ തന്നെ നമുക്കിനി ശർക്കര വരട്ടിക്കുള്ള കായ് കൂടെ വറക്കാം. കണ്ടോ, പകുതി എണ്ണ പോലും ചിലവായില്ല. 1 ലിറ്റർ എണ്ണ എടുത്ത് അതിൻ്റെ അകത്ത് പകുതി പോലും ചിലവായില്ല. കണ്ടോ, ഇനി കുറേ കൂടെ വറക്കാനുണ്ട്. ഉള്ള എണ്ണയുണ്ട്. ഓക്കെ, ഇതിൻ്റെയും പയ്യെ മൂക്കട്ടെ. ശർക്കര വരട്ടിക്കുള്ള ഏത്തക്കായ ഇവിടെ മൂത്തു. അപ്പം ഇത് കോരിയെടുക്കാം. ഇത് 1 കിലോ കായുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ മൂക്കണം. അതുകൊണ്ട് പയ്യെ ആണ് മൂപ്പിച്ചത്. അപ്പം മൂത്ത്. ഇത് 5 കായ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ശർക്കര പുരട്ടി കഴിയുമ്പം കുറേ ഉണ്ടത്. ശർക്കര പുരട്ടാനായിട്ട് ശർക്കര ഉരുക്കാൻ ഞാൻ അടുപ്പ് വെച്ചിരിക്കുന്നു.
അപ്പോൾ ഇതെല്ലാം വൈകിട്ടുണ്ടാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ. അപ്പം ഉത്രാടത്തിരക്ക്, നമുക്കിത് കോരിയേക്കാം. ശർക്കര വരട്ടിക്കുള്ള കായ് ഇവിടെ മൂത്തു കണ്ടോ. ഇനി ഇത് ശർക്കര പാനിയാക്കിയൊക്കെ വരട്ടിയെടുക്കണം. ശർക്കര വരട്ടി ഇവിടെ നിർബന്ധമില്ല. മൂത്തയാൾക്ക് മധുരപ്രിയനാണ്, അവന് വേണം. ഇളയാൾക്ക് വേണ്ടതാനും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം എന്തായാലും വേണമല്ലോ നമുക്ക്. നമ്മൾ ഒന്ന് രണ്ടൊക്കെ കടിക്കും. ഓക്കെ, നമുക്കിത് എല്ലാം റെഡിയാക്കാം. ശർക്കര വരട്ടിക്കുള്ള ശർക്കരയെല്ലാം വെള്ളത്തിൽ അരിച്ചെടുത്ത് ഇനി ഇത് കണ്ടോ വെള്ളം. ഇനി ഇത് അടുപ്പ് വെച്ച് നൂൽ പരുവാകുന്നിടം വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇത് വറ്റട്ടെ. ശർക്കര വരട്ടിക്കുള്ള ശർക്കര ഉരുകി നൂൽ പരുവായി, ഒരു ഒട്ടൽ പരുവായി കണ്ടോ. ഇനി ഇതിലേക്ക് ഏലക്ക, ജീരകം, ചുക്കും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരുന്നു, അതങ്ങ് ഇടണം. പഞ്ചസാര ചേർത്താൽ പൊടിച്ച്, അപ്പോൾ പൊടിയാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ഇടാം. ആദ്യം എല്ലായിടത്തും ഒരുപോലെ ആകാനായിട്ട് ആദ്യം ഇതങ്ങ് ഇട്ടു. ഇനിയും ഏത്തക്ക വറുത്ത് വെച്ചിരുന്ന ഇടാം. നമ്മൾ ഇളക്കുന്നു. ഈ ഉടനെ തന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഇട്ടങ്ങ് ഇളക്കണം. ഒരു നുള്ള ഉപ്പും കൂടെ ഇടണം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇടണം. എല്ലാം ഇളക്കി യോജിപ്പിക്കട്ടെ. ഇപ്പോൾ കണ്ട ഒരു കുഴമ്പ് പരുവത്തിൽ എല്ലാം ഇരിക്കുക. ഇനി ഇതിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഒരു 5 മിനിറ്റ് ഇരിക്കണം. അപ്പോൾ ഇത് വേർവിടും, അല്ലെങ്കിൽ കട്ടിയായിട്ട് പോകും. ഇങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേർവിടും. അപ്പം അങ്ങനെ ഇളക്കി കാണിക്കാം. ഓക്കെ, കുറച്ച് നേരം ഇളക്കിയപ്പോൾ കണ്ടോ വേർവിട്ട് തുടങ്ങി. കുറച്ച് നേരം കൂടെ ഇളക്കണം. നമ്മുടെ ശർക്കര വരട്ടി എല്ലാം റെഡിയായി. ഇളക്കിയെല്ലാം വേർവിട്ട് കണ്ടോ. അടിപൊളിയായിട്ട് ശർക്കര വരട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പം ഓണം സ്പെഷ്യൽ ഏത്തക്ക വറുത്തു ശർക്കര വരട്ടി ഞാനിവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഉത്രാടത്തിൻ്റെ പെരളി കഴിഞ്ഞു. പിന്നെ ഇത് തണുത്തിട്ടെടുത്ത് വെക്കാം. ഹോം മെയ്ഡ് ശർക്കര വരട്ടി, ഉപ്പേരി, ഏത്തക്ക വറുത്തത് രണ്ടും ഇവിടെ റെഡിയായി. ഓക്കേ.